നമസ്കാരം. 2009 ഉടുമ്പൻചോല സ്വദേശിയായ 18 വയസ്സുകാരൻ തമിഴ്നാട്ടിൽ ഒരു അപകടത്തിൽപ്പെടുന്നു. ഈ അപകടത്തിൽപ്പെട്ട അബോധാവസ്ഥയിലായി അദ്ദേഹത്തെ മാർ ബസേലിയസ് ഹോസ്പിറ്റലിൽ എത്തിക്കുന്നു. അടിയന്തര സാഹചര്യം പരിഗണിച്ച് അപ്പോൾ ലഭ്യമായ ഏറ്റവും മികച്ച ചികിത്സയുണ്ട് എന്ന് കണക്കാക്കപ്പെടുന്ന, അല്ലെങ്കിൽ ആളുകൾ വിശ്വസിച്ചിരുന്ന എറണാകുളത്തെ ലേക്ക് ഷോറിലേക്ക് അയക്കുന്നു. ഇന്ന് കേരളത്തെ വിഴുങ്ങിക്കൊണ്ടിരിക്കുന്ന കോർപ്പറേറ്റ് ആശുപത്രി സമുച്ചയങ്ങളുടെ തുടക്കം വാസ്തവത്തിൽ ലേക്ക് ഷോറിലാണ്. 96 രജിസ്റ്റർ ചെയ്ത് 2003 പ്രവർത്തനം ആരംഭിച്ച ലേക്ക് ഷോറ് പിൽക്കാലത്ത് ഗൾഫിൽ ഏറ്റവും അധികം ആശുപത്രി ശൃംഖലകളുള്ള VPS ഗ്രൂപ്പ് ഏറ്റെടുക്കുകയാണ്. പത്മശ്രീയൊക്കെ കൊടുത്ത് UPS സർക്കാർ ആദരിച്ച ഷംസീർ വയലിലാണ് ഈ VPS ഗ്രൂപ്പിന്റെ ഉടമസ്ഥാവകാശം. ഇവരുടെ ഉടമസ്ഥാവകാശത്തിലേക്ക് ലേക്ക് ഷോർ മാറിയതോടെ ഫിലിപ്പ് ജോൺ എന്ന പ്രസിദ്ധനായ ഡോക്ടർ നമ്മുടെ നാട്ടിൽ മികച്ച ചികിത്സാ സൗകര്യം കൊടുക്കാൻ വേണ്ടി ആരംഭിച്ച ഹോസ്പിറ്റൽ VPS ഗ്രൂപ്പ് ഏറ്റെടുത്തതോടെ വെറും ഒരു കച്ചവട സ്ഥാപനമായി മാറി. അതുകൊണ്ട് തന്നെ അബിനെ അവരുടെ കയ്യിൽ കിട്ടിയപ്പോൾ അവർക്ക് അപ്പോൾ അത്യാവശ്യം അബിന്റെ അവയവങ്ങളായിരുന്നു. അബിന്റെ അവയവങ്ങൾ എടുക്കുന്നതിന് വേണ്ടി ആശുപത്രിയിൽ എത്തിയപ്പോൾ തന്നെ മസ്തിഷ്ക മരണം സംഭവിച്ചു എന്നവർ പ്രഖ്യാപിക്കുന്നു. എന്നിട്ട് ഈ അവയവ ദാനത്തിന്റെ മഹത്വത്തെക്കുറിച്ച് വലിയ തോതിൽ വീട്ടുകാരുടെ മേൽ സമ്മർദ്ദം ചെലുത്തി അതിന് നിർബന്ധിക്കുന്നു. പല അവയവങ്ങളും എടുത്ത് വിദേശത്തേക്ക് അയക്കുന്നു. ആരും ഇത് ഗൗനിച്ചില്ല. നമ്മുടെ നാട്ടിൽ വലിയ ആശുപത്രികൾക്കെതിരെ ശബ്ദിക്കാൻ ആളുകൾക്ക് ഭയമാണ്. പിന്നീട് കൊല്ലത്തുള്ള ഈ അവയവ മാഫിയക്കെതിരെ പ്രവർത്തിക്കുന്ന ഡോക്ടർ ഗണപതി ഈ വിഷയം ഏറ്റെടുക്കുകയും എറണാകുളം മുനിസിപ്പൽ കോടതിയിൽ ഒരു കേസ് ഫയൽ ചെയ്യുകയും ചെയ്തു. 2 മെഡിക്കൽ കോളേജുകളിലെ വിദഗ്ധരെ വിശദമായി ചോദ്യം ചെയ്ത് ഈ ലേക്ക് ഷോർ ആശുപത്രി അബിന്റെ കാര്യത്തിൽ എടുക്കേണ്ട നടപടിക്രമങ്ങളൊന്നും പാലിച്ചില്ല എന്ന് തിരിച്ചറിയുന്നു. തലച്ചോറിനുള്ളിൽ ശേഖരിക്കപ്പെട്ട കട്ടപിടിച്ച ചോര തലയോട്ടിയിൽ സുഷിരമിട്ട് നീക്കം ചെയ്തില്ലെങ്കിൽ അത് ബ്രെയിൻ ഡെത്തിന് കാരണമാകുമെന്നും അതിനുള്ള ശ്രമം പോലും ലേക്ക് ഷോർ ആശുപത്രി നടത്തിയില്ല എന്നും ബോധപൂർവം അബിനെ മരണത്തിന് വിട്ടുകൊടുത്ത് അവയവ കച്ചവടം നടത്താനാണ് ശ്രമിച്ചത് എന്നുമുള്ള നിഗമനത്തിൽ പ്രഥമ ദൃഷ്ട്യാ കോടതിയെത്തി. 2023 കോടതി നിർദ്ദേശപ്രകാരം അബിന്റെ മരണവുമായി ബന്ധപ്പെട്ട് ലേക്ക് ഷോർ ആശുപത്രിക്കെതിരെ കേസെടുത്തു. പക്ഷെ നമ്മുടെ നാട്ടിൽ കാര്യമായ വാർത്തകളൊന്നും വന്നില്ല. ഒരു അന്തിച്ചർച്ചയ്ക്കും അത് കാരണമായില്ല. ഇത് കേവലം ലേക്ക് ഷോർ ആശുപത്രിയുടെ മാത്രം വിഷയമായിരുന്നില്ല. കേരളത്തിൽ തഴച്ചു വളരുന്ന അവയവ കച്ചവട മാഫിയയുടെ ഒരു ഭാഗം മാത്രമായിരുന്നു ലേക്ക് ഷോറിൽ അന്ന് സംഭവിച്ചത്. 2000-ഉം 3000-ഉം കോടിയൊക്കെ നമ്മുടെ ആശുപത്രികളിലേക്ക് മൾട്ടിനാഷണൽ കമ്പനികൾ കൊണ്ട് നിക്ഷേപിക്കുമ്പോൾ അവർക്ക് വലിയ ലക്ഷ്യങ്ങളുണ്ട്. അതിലൊന്ന് അവയവ കച്ചവടം തന്നെയാണ്. ഈ അവയവ കച്ചവടത്തിന് 2 എലമെന്റുകളാണുള്ളത്. ഒന്ന്, അവയവം എടുക്കാൻ പരുവത്തിലുള്ള രോഗികളെ എത്തിക്കുക. 2, അവയവം ദാനം ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾ എത്തിക്കുക. ഇതിനുവേണ്ടി പല ഇടനിലക്കാർ പ്രവർത്തിക്കുന്നു എന്ന് പോലീസ് യാദൃച്ഛികമായി കണ്ടെത്തുന്നു. കാസർഗോഡ് സ്വദേശിയായ നജീബ് കല്ലട്ര എന്ന് പറയുന്ന ഒരാളാണ് കേരളത്തിലെ പല പഞ്ചനക്ഷത്ര ആശുപത്രികളുമായി ചേർന്ന് അവയവ മാഫിയ റാക്കറ്റിന് നേതൃത്വം കൊടുക്കുന്നത് എന്ന് കേരള പോലീസ് കണ്ടെത്തുന്നു. പക്ഷേ ആശുപത്രികളെ പ്രതി ചേർക്കാനോ ചോദ്യം ചെയ്യാനോ അവർക്ക് ധൈര്യമില്ലാതാകുന്നു. അതിനിടയിലാണ് ഈ അവയവ മാഫിയ ഇടപാടിന്റെ മറവിൽ കള്ളപ്പണ ഇടപാട് നടന്നു എന്ന പേരിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കേസെടുക്കുന്നത്. അവിടെയും മുഖ്യപ്രതിയായി മാറിയത് കൊച്ചിയിലെ ലേക്ക് ഷോർ ആശുപത്രിയായിരുന്നു. എറണാകുളം മെഡിക്കൽ ട്രസ്റ്റിലും ആലുവ രാജഗിരിയിലുമൊക്കെ പരിശോധന നടന്നെങ്കിലും ഏറ്റവും വലിയ വില്ലനായി മാറിയത് ലേക്ക് ഷോർ ആശുപത്രിയായിരുന്നു. മനുഷ്യജീവന് ഒരു വിലയും കൊടുക്കാതെ അവയവ കച്ചവടത്തിലൂടെ കോടികൾ ഉണ്ടാക്കുന്ന ആശുപത്രികളുടെ നേതൃത്വം ലേക്ക് ഷോറിനാണ് എന്ന നിഗമനത്തിലെത്താൻ പറ്റുന്ന സാഹചര്യങ്ങൾ പുറത്തു വന്നു. ഇപ്പോഴിതാ ഞെട്ടിക്കുന്ന ഒരു രേഖ ഏഷ്യാനെറ്റ് പുറത്തുവിട്ടിരിക്കുന്നു. ഏഷ്യാനെറ്റ് പുറത്തുവിട്ടിരിക്കുന്ന രേഖകൾ കണ്ടാൽ നമ്മൾ ഞെട്ടിപ്പോകും. ഈ കല്ലട്ര മെഡിക്കൽ ടൂറിസം എന്ന പേരിൽ നജീബ് ആലുവയിൽ ഒരു ഓഫീസ് തുടങ്ങിയിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന മാഫിയ പ്രവർത്തനങ്ങളുടെ ഞെട്ടിക്കുന്ന ഒരു തെളിവാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. നജീബിന്റെ പ്രധാനപ്പെട്ട പണി പാവപ്പെട്ട മനുഷ്യരെ മോഹന വാഗ്ദാനങ്ങൾ കൊടുത്ത് വശീകരിച്ച് ഇത്തരം ആശുപത്രികൾക്ക് അവയവദാനത്തിന് വേണ്ടിയുള്ള സൗകര്യം ഒരുക്കി കൊടുക്കലാണ്. അവയവം സ്വീകരിക്കുന്നവരിൽ നിന്ന് 25 മുതൽ 50 ലക്ഷം രൂപ വരെ കൈപ്പറ്റും. ഈ പണത്തിന്റെ ചെറിയൊരു പങ്ക് മാത്രമാണ് അവയവം ദാനം ചെയ്യുന്നവർക്ക് കൊടുക്കുന്നത്. 3/4 പങ്കും ബാക്കി പണം ആശുപത്രി മാഫിയയും ഈ അവയവദാന ഏജൻസി മാഫിയയും പങ്കിട്ടെടുക്കും. ഇങ്ങനെ കൃത്രിമ വഴിയിലൂടെ അവയവം സംഘടിപ്പിക്കുമ്പോൾ അവയവ മാറ്റ ശസ്ത്രക്രിയയ്ക്ക് സാധാരണ ചുമത്തുന്നതിനേക്കാൾ കൂടിയ നിരക്ക് ചുമത്താൻ ആശുപത്രികൾക്ക് കഴിയും. ഇതിന് ഞെട്ടിക്കുന്ന വിശദാംശങ്ങൾ ഓരോ ദിവസവും പുറത്തേക്ക് വരുന്നു. നമ്മൾ രോഗിയായി അവിടെ ചെന്നാൽ നമ്മുടെ അവയവം ഇവിടെയൊക്കെ ബാക്കി ഉണ്ടാവുമോ എന്ന് ഉറപ്പൊന്നുമില്ല.
നമ്മൾ ഗുരുതരാവസ്ഥയിൽ ലേക്ക് ഷോർ പോലുള്ള ആശുപത്രിയിൽ ചെന്നുപെട്ടാൽ അവർക്കപ്പോൾ വിലപിടിപ്പുള്ള ഏതെങ്കിലും ഒരു ജീവൻ രക്ഷിക്കണമെങ്കിൽ നമുക്ക് മസ്തിഷ്ക മരണം വിധിച്ച് നമ്മുടെ അവയവം അവർ നമ്മളെ സമ്മർദ്ദം ചെലുത്തി എടുത്തുകൊണ്ടുപോയെന്ന് വരാം. ഇങ്ങനെ എല്ലാ അർത്ഥത്തിലും തട്ടിപ്പ് നടക്കുന്നതിനിടയിലാണ് ഒരു രേഖ പുറത്തു വരുന്നത്. ഈ ആശുപത്രിയിലേക്ക് അവയവമാറ്റ ശസ്ത്രക്രിയയ്ക്കായി ആളെ എത്തിച്ചാൽ കൃത്യമായി കമ്മീഷൻ കൊടുക്കാമെന്ന് കരാറിൽ ഒപ്പുവെച്ചിരിക്കുന്നു. അവയവദാനത്തിന് ആളെ എത്തിക്കുന്നതിന് കരാറില്ല, കരാർ നടത്താൻ കഴിയില്ല. ആ കരാർ വന്നാൽ വലിയ നിയമപ്രശ്നമാണ്. അത് കോടികളുടെ ഇടപാടാണ്. എന്നാൽ ആശുപത്രിയിലേക്ക് രോഗികളെ എത്തിച്ചാൽ കമ്മീഷൻ കൊടുക്കാമെന്നൊരു കരാറിൽ എഴുതി വെച്ചിരിക്കുകയാണ്. അതായത് നിങ്ങൾ കരൾ മാറ്റത്തിനാണ് ആളെ കൊണ്ടുവരുന്നെങ്കിൽ 1 ലക്ഷം രൂപ ഈ കല്ലത്ര നജീബിന് കൊടുക്കും. അതല്ല വൃക്ക മാറ്റാനാണെങ്കിൽ 50,000 രൂപ കൊടുക്കും. എന്ന് മാത്രമല്ല, ഈ രോഗികളെ എത്തിച്ച് കിടത്തി ചികിത്സിക്കുന്ന സാഹചര്യമുണ്ടെങ്കിൽ 10% കമ്മീഷൻ കൊടുക്കും ആകെ ബില്ലിൻ്റെ. നോക്കൂ നമ്മുടെ നാടിൻ്റെ അവസ്ഥ എത്ര ഭയാനകമാണെന്ന്. ആ എഗ്രിമെന്റാണ് ഞാൻ പ്രേക്ഷകരെ കാണിക്കുന്നത്. ലേക്ക് ഷോർ VPS ലേക്ക് ഷോറിന്റെ വെബ്സൈറ്റിൽ ഉണ്ടാക്കിയിരിക്കുന്നു. ജൂറിസ്ഡിക്ഷൻ: ദിസ് എഗ്രിമെന്റ് ഈസ് എക്സിക്യൂട്ടഡ് ഇൻ കൊച്ചി ആൻഡ് ഈസ് ഗവേൺഡ് ബൈ പ്രിവിലന്റ് ലോസ് ഓഫ് ദി കൺട്രി. ഇൻ കേസ് ഓഫ് എനി ലീഗൽ ഡിസ്പ്യൂട്ട്സ് കോർട്സ് ഇൻ കൊച്ചി, കേരള സ്റ്റേറ്റ്, ഇന്ത്യ. ഇതാണ് ആദ്യം എഴുതിയിരിക്കുന്നത്. എഗ്രിമെന്റിൽ ഒപ്പിട്ടിരിക്കുന്ന കല്ലട്ര മെഡിക്കൽ ടൂറിസത്തിന്റെ മാനേജിംഗ് ഡയറക്ടർ അത് ഈ നജീബാണ്. വിഷ്ണു മോഹൻ AGM ഹെൽത്ത് പ്രൊമോഷൻസിന്റെ ചുമതലയുള്ള അസിസ്റ്റന്റ് ജനറൽ മാനേജറാണ്. ഇതിൽ എഗ്രിമെന്റ് പറയുന്നു, ദ സെക്കൻഡ് പാർട്ടി വിൽ പ്രൊവൈഡ് ദ ഫസ്റ്റ് പാർട്ടി പേഷ്യൻ ഫെസിലിറ്റേഷൻ ഫീസ് ഫോർ പോസ്റ്റ് അഡ്മിഷൻ ആൻഡ് ട്രീറ്റ്മെന്റ് മാനേജ്മെന്റ് വിതിൻ ദ ഫെസിലിറ്റേഷൻ പോളിസി ഓഫ് ദ സെക്കൻഡ് പാർട്ടി ആസ് ഫോളോസ്. 1. ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ 1 ലക്ഷം രൂപ. ഫോർ ഡൊമസ്റ്റിക് പേഷ്യൻസ് ഇൻക്ലൂസീവ് GST കൂടി കൂട്ടിയാണ് കൊടുക്കുന്നത്. ഡൊമസ്റ്റിക് പേഷ്യൻസിനാണ്, വിദേശ പേഷ്യൻസിന് കൂടുതലുണ്ട്. റീനൽ ട്രാൻസ്പ്ലാന്റ് 50,000 രൂപ for domestic patients including GST. Other IP surgical case 10% of the domestic patients excluding pharmacy, stents, devices, implants, അങ്ങനെ കുറേ എക്സ്ക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഓൺ ദ ടോട്ടൽ ബിൽ ചാർജ്ഡ് ബൈ VPS ലേക്ക് ഷോർ ഹോസ്പിറ്റൽ. അതായത് മൊത്തം ചുമത്തുന്ന ചാർജിൻ്റെ 10% ഈ ഏജന്റിന് കൊടുക്കും. എനി പേഷ്യൻറ്റ് പ്രീവിയസ്ലി രജിസ്റ്റേർഡ് ആസ്. പിന്നെ കുറേ നിബന്ധനകളുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഒരു രോഗിയെ ആശുപത്രിയിൽ എത്തിക്കാൻ വേണ്ടി ഒരു അവയവ കൈമാറ്റ ഇടനിലക്കാരന് ലേക്ക് ഷോർ ആശുപത്രി കൊടുക്കുന്ന കമ്മീഷന്റെ കണക്കാണിത്. മറ്റേ കണക്ക് ഇതുവരെ വന്നിട്ടില്ല. ഇവർ ഏറ്റവും അധികം ലാഭമുണ്ടാക്കുന്നത് അവയവദാനത്തിന് ആളെ കൊണ്ട് കൊടുക്കുമ്പോഴാണ്. അതിനുവേണ്ടി രേഖകൾ വ്യാജമായി ഉണ്ടാക്കി കൊടുക്കും. കാരണം നമ്മുടെ രാജ്യത്തെ നിയമം അനുസരിച്ച് ബന്ധുക്കൾക്ക് മാത്രമേ അവയവം കൈമാറാൻ സാധിക്കൂ. അതുകൊണ്ട് ബന്ധുവാണെന്നുള്ള, പരിചയക്കാരനാണെന്നുള്ള MP-മാരുടെയും MLA-മാരുടെയും ഡോക്ടർമാരുടെയും അഭിഭാഷകരുടെയും ഒക്കെ കത്തുകൾ ഇവരാണ് ചെയ്തു കൊടുക്കുന്നത്. എന്തൊരു മാഫിയാണ് പ്രവർത്തിക്കുന്നത് എന്ന് ഓർക്കൂ. ലേക്ക് ഷോർ നമ്മൾ കാണുന്ന ഈ വേട്ടക്കാരിൽ ഒരാൾ മാത്രമാണ്. ശതകോടികൾ മുടക്കി അമേരിക്കയിലെ മൾട്ടിനാഷണൽ കമ്പനികൾ ഈ നാട്ടിലേക്ക് വന്ന് ഇവിടുത്തെ ആശുപത്രികൾ ഏറ്റെടുക്കുന്നതും ഇവിടേക്ക് 2,000-ഉം 3,000-ഉം കോടി നിക്ഷേപിക്കുന്നതും വെറുതെയല്ല. നമ്മുടെ അവയവം അവർ അടിച്ചു മാറ്റിക്കൊണ്ടുപോകും. പ്രിയപ്പെട്ട പ്രേക്ഷകരോട് എനിക്ക് അപേക്ഷിക്കാനുള്ളത്, നിങ്ങൾ നിവൃത്തിയുണ്ടെങ്കിൽ പഞ്ചനക്ഷത്ര ആശുപത്രികളിൽ പോവാതിരിക്കുക. നിരവധി സ്വകാര്യ ആശുപത്രികളുണ്ട്. അതുപോലെ തന്നെ സർക്കാർ ആശുപത്രികളുണ്ട്. സർക്കാർ ആശുപത്രികൾ ശരിയാക്കി വരാൻ സമയമെടുക്കും. എങ്കിൽ പോലും സ്വാധീനമുണ്ടെങ്കിൽ സർക്കാർ ആശുപത്രികൾ സുരക്ഷിതമാണ്. അതുപോലെ ഇടത്തരം ആശുപത്രികൾ ധാരാളമുണ്ട്. എങ്ങനെ ഈ മനുഷ്യനെ കൊന്നു തിന്നുന്ന ഇത്തരം ആശുപത്രികളെ സൂക്ഷിച്ചില്ലെങ്കിൽ നമ്മൾ ഓർക്കും നമ്മുടെ ജീവൻ അവർ രക്ഷിക്കുമെന്ന്. അങ്ങനെയല്ല. കോടികൾ കൈമാറുന്നവർക്ക് മാത്രമേ ഇവിടേക്ക് സുരക്ഷയുള്ളൂ. പണം മാത്രം ഉണ്ടാക്കുക എന്ന ലക്ഷ്യമാണ്. EDയുടെ കേസ് വന്നപ്പോഴാണ് ഈ വിവരങ്ങളൊക്കെ പുറത്തു വരുന്നത്. ഇത്തരം ഞെട്ടിക്കുന്ന വിവരങ്ങൾ ഇനിയും എന്തെല്ലാം പുറത്തു വരാനിരിക്കുന്നു. ഏതെല്ലാം ആശുപത്രികളാണ് നമ്മളെ കൊന്നു തിന്ന് അവരുടെ സമ്പത്ത് വർദ്ധിപ്പിക്കുന്നത് എന്ന് നമ്മൾ ഇനിയും അറിയാൻ പോകുന്നതേ ഉള്ളൂ. എന്നാൽ ഭയപ്പെടുത്തുന്ന ഈ റിപ്പോർട്ട് മാധ്യമങ്ങൾ ആഘോഷമാക്കാത്തത്, ഈ മാധ്യമങ്ങൾ ഇതേക്കുറിച്ച് അന്തിച്ചർച്ച ചെയ്യാത്തത് എന്തുകൊണ്ട് എന്ന് സാധാരണ മനുഷ്യർ ചോദിക്കേണ്ടിയിരിക്കുന്നു. ഈ മൾട്ടിനാഷണൽ കോർപ്പറേറ്റ് ആശുപത്രികൾ ലാഭമുണ്ടാക്കാൻ വേണ്ടി മനുഷ്യന്റെ ജീവൻ വെട്ടിനുറുക്കി ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുന്ന ഭയപ്പെടുത്തുന്ന ഈ വിവരം ലോകമറിയട്ടെ. പരമാവധി ആളുകളിലേക്ക് ഷെയർ ചെയ്ത് നിങ്ങൾ നിങ്ങളുടെ വികാരം പ്രകടിപ്പിക്കുക.